ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ 284ാമത്തെ ശാഖ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണപ്പണയത്തിന്മേൽ കുറഞ്ഞ പലിശ നിരക്കിൽ നിരവധി ലോണുകളാണ് ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയോടൊപ്പം മൈക്രോ ഫിനാൻസ് സേവനവും ഇവിടെ ഒരുക്കുന്നുണ്ട്. പ്രയോജനപ്രദമായ ഹെൽത്ത് ഇൻഷുറൻസും ഇവിടെ നിന്നും ലഭിക്കും. പുനലൂർ നഗരസഭ ടൗൺ വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ 284ാമത്തെ ബ്രാഞ്ച് ഇന്ന് പുനലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പുനലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഓപ്പോസിഷൻ ലീഡർ ജയപ്രകാശ് അവർകളെ, നിമ്മി എബ്രഹാം ടൗൺ വാർഡ് കൗൺസിലറെ സ്വാഗതം ചെയ്യുന്നു. ബാക്കി നമ്മുടെ ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാ മഹനീയ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. കമ്പനിയെ പറ്റി ബാക്കി കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട CEO തോമസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ധനകാര്യ സ്ഥാപനം. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയമത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലോൺ കൊടുക്കുന്നതാണെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റില്ല. നമുക്ക് നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാണ് ഫണ്ട് എടുക്കുന്നത്. ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ നിയമം അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്ക് പറയുന്ന പോലെ അവരുടെ ഇയർലി ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ഷനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറയും. അതൊക്കെ ചെയ്ത് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരാതെ നോക്കുക. ഇതൊക്കെയാണ് ഞങ്ങളെ പോലുള്ള ഞാൻ തോമസ് കമ്പനിയുടെ CEO ആണ്. ഇവിടെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെയും മറ്റേ ബ്രാഞ്ചിലെയും ഫീൽഡിലെയും ഒക്കെ സ്റ്റാഫ് റിസർവ് ബാങ്കിൻ്റെ ഇൻസ്പെക്ഷനകത്ത് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ ഉടനെ കറക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അങ്ങനെ നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിൻ്റെ ചീഫ് പ്രൊമോട്ടർ ഒരുപ്പെട്ട കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന അദ്ദേഹം ബോബി ചെമ്മണ്ണൂർ ഒരു മെയിനായിട്ട് ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. ജ്വല്ലറി ബിസിനസ്സുള്ള ആളാണ്. വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് തന്നെ ജ്വല്ലറി ബിസിനസ്സുള്ള ആളാണ്. അദ്ദേഹം 2011 ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങിയത്, ധനകാര്യ സ്ഥാപനം തുടങ്ങിയത്. മെയിനായിട്ട് ഗോൾഡ് ലോണാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ലോൺ പ്രോഡക്റ്റ്. ഇതുകൂടാതെ മൈക്രോ ഫിനാൻസിൻ്റെ ഒരു ചെറിയ തോതിലൊരു പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ സ്മോൾ ബിസിനസ് ലോൺ. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലോൺ പ്രോഡക്ട്സ്. കൂടുതൽ പ്രോഡക്ട്സ് താമസിയാതെ വരുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ തേർഡ് പാർട്ടി പ്രോഡക്ട്സ് ആയിട്ട് ഇൻഷുറൻസ് ബിസിനസ്, മണി ട്രാൻസ്ഫർ ബിസിനസ്, ഇങ്ങനെ പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ച് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് പുനലൂരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങണം എന്ന് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ പുനലൂരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് വന്നത്. പുനലൂർ നമുക്ക് വളരെ പേര് കേട്ട ഒരു സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ തൂക്കുപാലം വളരെ പേര് കേട്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ പേര് കേട്ട സ്ഥലത്ത് ഞങ്ങൾ വന്ന് ഒരു ബ്രാഞ്ച് തുടങ്ങുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണം. ഓഫീസേഴ്സിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം. ഈ കമ്പനി വളർന്ന് വലുതായി നല്ല നിലയിലെത്താൻ വേണ്ടി.
ഞങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ ദിവ്യ, ദിവ്യയും ഇവിടുത്തെ സ്റ്റാഫ് യൂണിഫോം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 4 പേരാണ് ഇവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ അവരുടെയൊക്കെ സർവീസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സത്യഭാവു സാർ മജിസ്ട്രേറ്റ് കോർട്ടിന് റിട്ടയർഡായ സീനിയർ സൂപ്രണ്ടാണ്. ഞാനൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിയോ. അല്ല, ആരം ഇന്നോഗ്രേഷൻ നല്ലൊരു സംരംഭമാണ് നമ്മുടെ പുനലൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒക്കെ സാന്നിധ്യത്തിലുള്ള ഫിനാൻസ് ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ട് നടത്തിവരുന്ന പല ബ്രാഞ്ചുകളും 284ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആളുകൾക്ക് ഏറ്റവും പ്രയോജനമായ രീതിയിൽ അവർക്ക് ഗോൾഡ് ഉള്ളവർക്ക് ലോൺ കിട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇതെല്ലാം ഓരോ മനുഷ്യനും ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും വിജയകരമായി ഈ സംരംഭം ഇവിടെ പ്രവർത്തിക്കാനും എല്ലാവരുടെയും സഹകരണം ഇതിന് അവർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിൽ സഹകരിക്കുക. കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും കൂടുതൽ ഈ സംരംഭം വിജയത്തിലെത്തുവാനും പുനലൂർ വികസനത്തിൻ്റെ ഭാഗമായി ഈ ബ്രാഞ്ച് തുടങ്ങിയവരുടെ സാധിച്ചതിലും എല്ലാം വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷകരമായ ഒരു നിമിഷമാണ്. പുനലൂരിൽ ഇത്തരത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം കൂടി പ്രവർത്തിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ്. ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഈ 300-നടുത്ത് ശാഖകൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പാമ്പൻ പാലത്തിന് ഉറപ്പേകുന്ന പിൻബലം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ അടിയുറച്ച വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഏറ്റവും മഹനീയമായ ഒരു ഉദാഹരണം നമ്മൾ കണ്ടതാണ്. ഗൾഫിൽ ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ മോചന ദ്രവ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആശ്ചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിൽ നിന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങി മണിക്കൂറുകൾ കൊണ്ട് 34 കോടിയിൽ പരം രൂപ സമാഹരിച്ചതും അതിൽ അദ്ദേഹത്തിന് സംഭാവന നൽകിയതുമൊക്കെ നാം ഓരോരുത്തരും തിരിച്ചറിയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് കൈപ്പൊള്ളിയിട്ടുള്ള ആളുകൾ, ഇവിടെ കേച്ചേരി ഫൈനാൻസ് പോലുള്ള ചില ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ തകർച്ച നേരിട്ടു. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ചെമ്മണ്ണൂരിൻ്റെ ഈ സ്ഥാപനം വളരെ വിജയപ്രദമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട തോമസ് സാറ് സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണപ്പണയം അടക്കം നിക്ഷേപം ഉൾപ്പെടെ ഈ ആരോഗ്യ രംഗത്ത് അവരുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി നൽകുന്നത് പുനലൂർ പട്ടണത്തിലുള്ള ആളുകൾക്ക് കൂടി പ്രയോജനപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു സാധാരണ പട്ടണവാസി എന്നുള്ള നിലയിൽ ഞാൻ പട്ടണവാസികളുടെ മുഴുവൻ പേരുടെയും പിന്തുണ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ ഭാഗങ്ങളും നേരിടും. സൗത്ത് കേരള റീജിയൻ മാനേജർ പ്രമോദ് ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, CEO TK തോമസ്, സെയിൽസ് ഹെഡ് സുബി ജി നായർ, സോണൽ ഹെഡ് MS രാജീവ, ഇൻഫ്ര മാനേജർ എഡിസൺ വിൻസെന്റ്, ബ്രാഞ്ച് മാനേജർ ദിവ്യ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.